അമ്മയുടെ പടക്കം അറിയോ? ഇത് കൂടി എനിക്ക് വേണ്ടി ഒഴിച്ച. എനിക്കൊന്നും വേണ്ട. ഏയ് ആ ഇതെന്നാ പരിപാടിയാ? കുളിച്ച് ഫ്രഷായി ഇതാ ഇതിട്ടുണ്ട്. എനിക്കൊന്ന് ഉറങ്ങണം. ഉറങ്ങിക്കോ, പക്ഷെ എന്റർടൈൻമെന്റുകളൊക്കെ കഴിഞ്ഞിട്ട്. ഇന്ന് എനിക്ക് ഒന്നിനും വയ്യ. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? 3-4 ദിവസമായില്ലേ പോയിട്ട്? അവിടെ എന്താ ഭാര്യ ഒന്നിനും സമ്മതിക്കത്തില്ലേ? അതൊരു വഴിപാടല്ലേ മോളെ, അതുപോലാണോ നീ? യു ആർ സംതിങ് വെരി ഹോട്ട്. വേണ്ട, സുഖിപ്പിക്കണ്ട. എണീറ്റേ ചെല്ലേ, എഴുന്നേൽക്ക്. വിട്. ഇങ്ങോട്ട് എണീറ്റേ. വിവേക്, കുളിച്ച് ഫ്രഷായിട്ട് പോ. മടി. എന്നാ മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി പൂമുഖക്കിളി വാതിൽ അടയ്ക്കുകയില്ല. ഹലോ വിവേകേട്ടൻ വല്ല ലേഹ്യം പുറത്ത് മറന്നു വെച്ചായിരുന്നോ? എന്നാ ലേഹ്യം അത്? മോളെടുത്ത് കഴിച്ച അവള് തൂച്ചലോട് തൂച്ചല. പാവത്തിന് ഇന്ന് ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങാൻ നേരം കിട്ടിയിട്ടില്ല. അമ്മയ്ക്ക് നല്ല സംശയമുണ്ട് കേട്ടോ. വിവേകേട്ടൻ കഴിക്കുന്ന ലേഹ്യമൊക്കെ എന്നാത്തിനുള്ളതാന്ന് എന്നോട് ചോദിച്ചു. ഛേ, ആകെ നാണക്കേടായി. നീ ഒന്ന് ഫോൺ വെച്ച്, കൂടുതലാണെങ്കിൽ അവളെ വല്ല ഡോക്ടറെ അടുത്ത് കൊണ്ടുപോ. രാവിലെ ഞാൻ കഴിച്ചിട്ട് അലമാരിക്കകത്ത് വെച്ചതാണല്ലോ, പിന്നെ ഏത് ലേഹ്യം എടുത്താണോ കഴിച്ചത്? ഇനി വെക്കാൻ മറന്നാ? അടയ്ക്കുകയില്ല കാമിനി നിന്നെ ഞാൻ ഉറക്കുകയില്ല. കളിക്കില്ല വിവേക്, എനിക്ക് ഉറങ്ങണം. അതിനാണോ ഇപ്പൊ കുറിച്ച് ഫ്രഷായി സുന്ദരിയായി ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നേ? ഈ പാട്ടൊന്ന് ഓഫ് ചെയ്യോ? എന്നും രാത്രി ഇത് തന്നെ. ഈ പാട്ടല്ലേ മോളെ നമ്മുടെ ഇൻസ്പിറേഷൻ. ഓ, ഞാൻ എപ്പോഴും പറയുന്നല്ലേ ഈ സ്മെൽ എനിക്ക് ഇഷ്ടമല്ലാന്ന്. ഈ സ്മെല്ലാണ് എന്റെ ഫേവറേറ്റ് ഐറ്റം. എനിക്കതറിയാലോ. ഈ സ്മെല്ലും നിന്റെ ബോഡി സ്മെല്ലും കൂടി ചേരുമ്പോ അതാണ് അതിന്റെ കോമ്പിനേഷൻ. മതി, നിർത്ത് ഭ്രാന്ത്. നിന്റെ ഈ കുറുമ്പാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇന്നെന്നെ വേദനിപ്പിച്ച കൊല്ലി ഞാൻ. കൊല്ലണം. ഹലോ ദിവ്യ, ഞാൻ വിവേകാനന്ദൻ. ഹായ് സർ. ദിവ്യയുടെ ഫാദറിന്റെ പേപ്പേഴ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഓ താങ്ക് യു സർ. എന്റെ പ്രത്യേക ഇൻട്രസ്റ്റിലാന്നേ പേപ്പേഴ്സ് എല്ലാം എത്ര പേര് ശരിയായത് അറിയാലോ? ആ അറിയാം, വളരെ ഉപകാരം സർ. ഞാനിപ്പോ പാർലറിലാണ്, കുറച്ച് ലേറ്റ് ആവും. നാളെ വന്ന് വാങ്ങിക്കാം. അത് ബൈപ്പാസിലല്ലേ പാർലർ? ഞാൻ എന്തായാലും വഴിക്ക് വരുന്നുണ്ട്. പേപ്പേഴ്സ് എൻ്റെ ഉണ്ടാവും, നമുക്ക് അവിടെ വെച്ച് കാണാം. അതല്ലേ സൗകര്യം? അയ്യോ സാറിന് ബുദ്ധിമുട്ടാവില്ലേ? എന്നാ ബുദ്ധിമുട്ട്? നമുക്ക് കുറച്ച് സംസാരിക്കുകയും ചെയ്യാലോ. ലൊക്കേഷൻ അയച്ചാൽ മതി. ഓക്കെ സർ. ഈ ദിവ്യ ബ്യൂട്ടീഷ്യൻ? ഓ, ദിവ്യ മുരളീധരൻ. Today you look more pretty. സർ പേപ്പർ. ഓ, ഞാൻ മറന്നു. താങ്ക് യു സർ. നമുക്ക് പുറത്തിറങ്ങി ഒരു കോഫി കഴിച്ചാലോ? അയ്യോ സർ, കസ്റ്റമർ ഉണ്ട്. ഞാൻ ഇടയ്ക്ക് വിളിക്കാം. വെറും ഒഫീഷ്യൽ പരിചയം മാത്രമാക്കണ്ട. ഷുവർ സർ. എന്നാ ഞാൻ ചെല്ലട്ടെ? ശരി. എത്ര പറഞ്ഞാൽ നിനക്കെന്താ മനസ്സിലാവാത്ത ഏതു? പോയി നോക്ക്. റെഡി സർ. എത്ര പറഞ്ഞാൽ നിനക്കെന്താ മനസ്സിലാവാത്ത ഏതു?
ഇനി ഇത് മുന്നോട്ട് പോവില്ല. ഐ എം ഫെഡ് അപ്പ് വിത്ത് യു. ഒന്നുകൂടെ നോക്കാം. റെഡി അല്ലേ? റെഡി സർ. ടേക്ക് എടുക്കാം. ഓ, എന്താ പേടിപ്പിക്കാ നീ? അത് വേണ്ട. കൂടി പോയാ നീ ആ വീടി അത്രയല്ലേ ഉള്ളൂ. ഇതൊക്കെ പറഞ്ഞ് കട്ട്. എന്താ ഹരീഷ ഇത്? അവർക്ക് ക്യാരക്ടർ ശരിക്കും പറഞ്ഞു കൊടുത്തില്ലേ? പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സാർ. എന്നിട്ട് ഇതാണോ ആ സീന്റെ മൂഡ്? ഇതാണോ മോഡുലേഷൻ? ഇപ്പൊ തന്നെ എത്ര ടേക്കായി? ഹലോ, ആദ്യമായിട്ടാണോ ഡബ് ചെയ്യുന്നത്? അല്ല സർ, ചെറിയ ചെറിയ വോയിസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതെ, ഇത് ഹീറോയിനാ. നിങ്ങളുടെ വോയിസ് ഒന്ന് ടെസ്റ്റ് ചെയ്തേ ഉള്ളൂ. ഹരീഷേ, സാർ ഇത് ശരിയാവൂല. ആ തന്നെ വിളി. അല്ല സർ, ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്യാം. വേണ്ട വേണ്ട, ടൈം വേസ്റ്റ്. അതെ ഹരീഷേ, വേറെ വല്ല ചെറിയ വോയിസ് ഉണ്ടെങ്കിൽ അപ്പം നോക്കാം. ശരി സാർ. അവരോട് ഇപ്പോൾ കേളാൻ പറഞ്ഞു കേട്ടോ. ഐഷു, നീ എവിടെയുണ്ട്? ഞാൻ മിഥുന്റെ സ്റ്റുഡിയോയിലുണ്ട്. എന്താടി? ഞാൻ അതിൽ വരട്ടെ? എനിക്കല്പം സംസാരിക്കാനുണ്ട്. എന്താ നിന്റെ ശബ്ദം വല്ലാതെ? ആകെ അപ്സെറ്റാ. പറയാം. നീ ഫ്രീ ആണോ? ഇവിടെ തിരക്കാ. എന്നാലും നീ വാ, നമുക്ക് അപ്പുറത്തെ കോഫി ഷോപ്പിൽ ഇരിക്കാം. എങ്ങനെയാ പിടിച്ചെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എല്ലാരും കേൾക്കെ മൈക്കിൽ കൂടെ അയാൾ ഇൻസൾട്ട് ചെയ്തത്. പോട്ടടാ, വിട്ടുകളാ. ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ ഐഷു. ഈ സമയം കൊണ്ട് വേറെ എന്തെങ്കിലും ജോലിക്ക് പോയാൽ മതിയായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ മിസ് കൊച്ചിൻ, മിസ് കേരളയ്ക്ക് ബെസ്റ്റ് ഫോട്ടോജനിക് ഫേസ്, എല്ലാവരും കൂടെ ഇപ്പോൾ സിനിമയിൽ ഹീറോയിൻ ആവുമെന്ന് പറഞ്ഞ് പിരികേറ്റി. എത്ര ഓഡീഷന് പോയി, എത്ര പ്രൊഡക്ഷൻ കമ്പനിയിൽ കയറി ഇറങ്ങി. എത്ര നാളായി ശ്രമിക്കുന്നു. നടക്കൂലെന്ന് തോന്നിയപ്പോൾ നിവർത്തികേട് കൊണ്ടാ ഈ ചെറിയ റോളെന്നും പറഞ്ഞ് പോകുന്നത്. 500 1000 എന്ത് കിട്ടിയാലും എനിക്കിപ്പോൾ അത് വലിയ എമൗണ്ടാണ്. മമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കാലോ. എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ ആരോടും പറയാറില്ല. നിന്നോടും പറഞ്ഞിട്ടില്ല ഇതുവരെ. ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് ഐഷു. പപ്പ ഉണ്ടാക്കി വെച്ച കടങ്ങൾ, മമ്മയുടെ ചികിത്സ. ഇപ്പോൾ ഏറ്റവും വലിയ പ്രോബ്ലം വിവേക. ഏത് വിവേക്? അങ്ങനെ ഒരാളുണ്ട് എൻ്റെ ജീവിതത്തിൽ. അങ്ങനെ കുറച്ച് ആള് വന്നിട്ടുണ്ട്. സൂക്ഷിച്ചു. ശരി. ഇതാണ് മോൾ ഡയാന. കൊച്ചിന്റെ മമ്മ ഹോസ്പിറ്റലാണ്, സുഖല്ലുണ്ട്, അഡ്മിറ്റ് ആണ്. അതാണ് മുറി. തുറന്നിട്ടേക്കണല്ലേ? വാ സാറേ. എല്ലാ സൗകര്യം ഉണ്ട് കേട്ടാ. ബാത്റൂം മാത്രം അപ്പുറത്താണ്. ഭയങ്കര കാറ്റാണ് കേട്ടാ. ഫാനൊന്നും വേണ്ട. ആ മോളെ, 6 മാസത്തെ അഡ്വാൻസ് 10,000 രൂപ വാടാ. പുള്ളി അമ്മയ്ക്ക്. പിന്നെ പുള്ളി വേറെ കാര്യം ചോദിച്ചു. മൂപ്പർക്ക് ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോഴേ എപ്പോഴും അതെ വയറ്റിനത്ര പിടിക്കൂലെന്ന് നമ്മുടെ കിച്ചനോടൊന്ന് ഉപയോഗിച്ചോട്ടും ചോദിച്ചു. അല്ല, ഭക്ഷണം പുള്ളി വെച്ച് കഴിച്ചോളൂ. ഏയ് അതൊക്കെ ബുദ്ധിമുട്ടാവും. ഏയ് കാലത്ത് 1 മണിക്കൂർ, വൈകുന്നേരം 1 മണിക്കൂർ, അത്രേ ഉള്ളൂ. എങ്കിൽ വാടക കൂട്ടി തരാമെന്ന്. എത്ര തരും? 15 പറയാം, മൂപ്പര് തരും. ഞാൻ മമ്മയോട് ചോദിക്കട്ടെ. ഡാനിക്ക് എന്നാ കഴിക്കാനുണ്ട്? ഹേയ്, ഞാൻ ഉണ്ടായിക്കോളാം. അതെന്നാ ഞാൻ ഉണ്ടാക്കിയാൽ കഴിക്കൂലേ? ഹേയ്, അതുകൊണ്ടല്ല, ഉണ്ടായിക്കോ. ഇത് കഴിയട്ടെ. ആ ആ സമയത്താണ് മമ്മയുടെ ട്രീറ്റ്മെൻറ്റും സർജറിയും ഒക്കെ. മമ്മ മിക്കപ്പോഴും ഹോസ്പിറ്റലിലാണ്. ഇടയ്ക്ക് ഞാനും അയാളും വീട്ടിൽ ഒറ്റയ്ക്കാവും. ഞാൻ കുറച്ച് മീൻകറി ഉണ്ടാക്കിയിരുന്നു, ട്രൈ ചെയ്ത് നോക്കി. എങ്ങനെയുണ്ട്? കൊള്ളാലോ, സൂപ്പർ. ഓഫീസിലേക്കാണോ? അതെ.
മമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട്? അങ്ങനെയൊക്കെ തന്നെ. പോരുന്നോ? എപ്പോഴാണ് അയാളോട് ഇഷ്ടം തോന്നി തുടങ്ങിയെന്ന് എനിക്കറിയില്ല. നാട്ടിൽ ഭാര്യയും കുട്ടിയും ഉണ്ടെന്നുള്ള കാര്യം അയാൾ മറച്ചൊന്നും വെച്ചില്ല. ആ ഫ്രാങ്ക്നെസ് തന്നെ ആയിരിക്കും ചിലപ്പോൾ അയാളോട് ഇഷ്ടം തോന്നാനുള്ള കാരണം. ക്രൈസിസിൻ്റെ സമയത്ത് വലിയ ആശ്വാസമായിരുന്നു അയാളുടെ സപ്പോർട്ടും കെയറും. പലപ്പോഴും ഞാൻ നോക്കുന്നതിനേക്കാൾ നന്നായി അയാളും അമ്മയെ നോക്കി, അയാളുടെ അമ്മയെ പോലെ തന്നെ. അത് പക്ഷേ അയാൾ ശരിക്കും എക്സ്പ്ലോയിറ്റ് ചെയ്തു. ലിവിങ് ടുഗദർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം അമ്മയ്ക്ക് കലിപ്പായിരുന്നു. തീരുമാനം എടുക്കുമ്പോൾ പലവട്ടം ആലോചിക്കണമെന്നും അമ്മ പറഞ്ഞതാണ്. പക്ഷെ ഞാൻ കേട്ടില്ല. ഒരു പ്രത്യേക ക്യാരക്ടർ അയാളുടെ. മദ്യം കഴിക്കില്ല, ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കില്ല. എനിക്ക് അയാളെ തീരെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഐഷു. ചിലപ്പോൾ ഭയങ്കര സ്നേഹം, അത് റിയൽ ആണോ അഭിനയാണോ എന്നൊന്നും എനിക്ക് അറിയാനേ പറ്റുന്നില്ല. ചില സമയത്ത് എനിക്ക് അയാളെ കൊല്ലാൻ തോന്നും. പെർവേർട്ടഡ് സെക്ഷൽ മേനിയ. അതില്ലാതെ ഒരു രാത്രി പോലും അയാൾക്ക് ഉറങ്ങാൻ പറ്റില്ല. ആ സമയത്ത് വേദനിപ്പിക്കുന്നതാ അയാൾക്ക് പ്ലഷർ. വൈഫിൻ്റെ അടുത്തും അയാളിങ്ങനെ ആവോ? അതറിയില്ല. ആയിരിക്കും. നിനക്ക് അറിഞ്ഞൂടെ, ഇതൊരു തരം അസുഖ. പാർട്ട്ണറെ വേദനിപ്പിക്കുമ്പോൾ മാത്രമേ അവർക്ക് ഈ സെക്ഷൽ പ്ലഷർ കിട്ടുള്ളൂ.